ലോകം ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അത്രയേറെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനം നടത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യ റഷ്യൻ പ്രസിഡന്റിന് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോക്കോളുകളെല്ലാം മാറ്റിവെച്ച് ദില്ലി പാലം വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. ചുവപ്പ് പരവതാനി വിരിച്ച് ആചാര മര്യാദകളോടുകൂടി ഇന്ത്യൻ കലാരൂപങ്ങളുടെ പ്രദർശനത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ചത്. തുടർന്ന് ഇരു ലോക നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്കാണ് പോയത്. ഒരേ കാറിലാണ് ഇരു ലോക നേതാക്കളും യാത്ര ചെയ്തത്. ലോക നേതാക്കളും യാത്ര ചെയ്ത കാറിനെ കുറിച്ചാണ് ഇപ്പോൾ വിദേശകാര്യ വൃത്തങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിലുള്ളത് അദ്ദേഹം സ്ഥിരമായി യാത്ര ചെയ്യുന്നത് റേഞ്ച് റോവറിലോ മെഴ്സിഡസ് മേബാക്ക് S650 ഗാർഡിലോ ആണ്. എന്നാൽ ഇത്തവണ അദ്ദേഹം വ്ളാഡിമിർ പുടിനെ സ്വീകരിക്കാൻ എത്തിയതും ഇരു നേതാക്കളും യാത്ര ചെയ്തതും വെള്ള നിറത്തിലുള്ള ടൊയോട്ട ഫോർച്യൂണർ കാറിലാണ്. എന്തുകൊണ്ടാണ് വ്ളാഡിമിർ പുടിനും മോദിക്കും യാത്ര ചെയ്യാനായി വെള്ള ഫോർച്യൂണർ കാർ തിരഞ്ഞെടുത്തത്? ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷത്തിൽ അമേരിക്കയും UK-യും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ്റെ പക്ഷത്താണുള്ളത്. യുക്രൈന് അവർ സഹായം നൽകുന്നു എന്ന് മാത്രമല്ല, റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയിരിക്കുന്നു. ടൊയോട്ട ഫോർച്യൂണർ ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് എന്ന് മാത്രമല്ല, മേക്ക് ഇൻ ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് കർണാടകയിൽ അവർക്ക് ഉൽപാദന ഫാക്ടറി ഉണ്ട്. ഈ പ്ലാന്റിൽ ഫോർച്യൂണർ മാത്രമല്ല, ഹൈക്രോസ്, ഇന്നോവ ക്രിസ്റ്റ, ലെജൻഡർ തുടങ്ങിയ വാഹനങ്ങളും നിർമ്മിക്കുന്നുണ്ട്. റേഞ്ച് റോവർ ഒരു UK ഉൽപ്പന്നമാണ്. UK-യിലാണ് റേഞ്ച് റോവർ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ബ്രാൻഡിൽ റഷ്യൻ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ ഈ അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ജാപ്പനീസ് ബ്രാൻഡായ ഫോർച്യൂണറിൽ യാത്ര ചെയ്തത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഒരു വലിയ സന്ദേശം എന്ന നിലയിലാണ് ഇപ്പോൾ വിദേശകാര്യ വൃത്തങ്ങളിൽ ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് സത്യമാണോ? അത് സത്യമാണ് എന്ന് അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം റേഞ്ച് റോവർ എന്നത് UK-യിൽ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് എങ്കിലും ഇതൊരു യൂറോപ്യൻ ബ്രാൻഡ് അല്ലെങ്കിൽ UK ബ്രാൻഡ് എന്ന് പറയാൻ കഴിയില്ല. കാരണം റേഞ്ച് റോവറിനെ 2000 ആണ്ടിൽ തന്നെ BMW-വിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ജാഗ്വാർ ലാൻഡ് റോവർ ലിമിറ്റഡ് എന്ന ഉപകമ്പനി വഴി ഏറ്റെടുത്തിട്ടുണ്ട്. റേഞ്ച് റോവർ, ഡിസ്കവറി, ഡിഫൻഡർ എന്നീ ബ്രാൻഡുകൾ ഉൾപ്പെടെയായിരുന്നു ഈ ഏറ്റെടുക്കൽ കരാർ. എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിനെ ഒരു ആഗോള ഓട്ടോമോട്ടീവ് ബ്രാൻഡാക്കി മാറ്റുന്നതിലും ആഡംബര SUV കാറുകളുടെ നിർമ്മാതാക്കളാക്കുന്നതിലും ഈ ഏറ്റെടുക്കൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത്. ഇന്ത്യയുടെ അഭിമാന കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിന്റെ ബ്രാൻഡാണ് ഇപ്പോൾ റേഞ്ച് റോവർ. അതുകൊണ്ട് തന്നെ ഇത് യൂറോപ്യൻ ബ്രാൻഡായി മുദ്രകുത്തി മാറ്റി നിർത്താനാകില്ല. പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും സഞ്ചരിക്കുന്ന വാഹനം ഫോർച്യൂണർ തിരഞ്ഞെടുത്തത്? അതിന് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാരണം എന്നത് ഫോർച്യൂണറിലാണ് ഇരു നേതാക്കൾക്കും സൗകര്യപ്രദമായി ഇരിക്കാനുള്ള സൗകര്യമുള്ളത്. അതായത് മോദി ഇപ്പോൾ ഉപയോഗിക്കുന്ന റേഞ്ച് റോവറിൽ 3-ാം നിര സീറ്റില്ല. അതുകൊണ്ട് തന്നെ ഇരു ലോക നേതാക്കളുടെയും പരിഭാഷകർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫോർച്യൂണറിൽ ഒരു 3-ാം നിര സീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോദിയും വ്ളാഡിമിർ പുടിനും കയറുന്നതിന് മുമ്പ് തന്നെ ഈ പരിഭാഷകർ ഈ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സൗകര്യപ്രദമായി യാത്ര ചെയ്യാനും പരിഭാഷകരുടെ സഹായത്തോടു കൂടി ചർച്ചകൾ നടത്താനുമൊക്കെ സഹായകപ്രദമായ ഒരു വാഹനം എന്ന നിലയിലാണ് ഫോർച്യൂണർ തിരഞ്ഞെടുത്തത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും വിശ്വസനീയമായ വിവരം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച അത് വലിയ വാർത്തയാകുന്നുണ്ട് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ.
റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യയും സംഘർഷം എത്രയും വേഗം അവസാനിക്കട്ടെ എന്നാണ് ആശംസിച്ചത്. മാത്രമല്ല, റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ വിപുലപ്പെടുത്താൻ ഈ ചർച്ചകൾ സഹായകമായി എന്നാണ് വിലയിരുത്തൽ. ഊർജ രംഗത്തും അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തുമെല്ലാം ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഹിതം റഷ്യയ്ക്കുണ്ട്. മാത്രമല്ല, ഊർജത്തിന്റെ കാര്യത്തിലും ഇന്ത്യ റഷ്യ സഹകരണം പതിറ്റാണ്ടുകൾ മുതൽ തന്നെ ഉള്ളതാണ്. ആണവോർജ മേഖലയിലും ഇന്ത്യ റഷ്യ സഹകരണം മികച്ചതാണ്. ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന മൊത്തം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏതാണ്ട് 40% നൽകുന്നത് റഷ്യയാണ്. റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധം ആ രാജ്യം മറികടക്കുന്നതും ഇന്ത്യക്ക് എണ്ണ നൽകിക്കൊണ്ടാണ്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. ഇതുൾപ്പെടെ വലിയ വ്യാപാര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. അതുമാത്രമല്ല, കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും നടന്നു. വിഷൻ 2030 എന്ന് പറയുന്ന ഒരു കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വ്യാപാര യുദ്ധവും തീരുവയുമൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് പ്രാധാന്യമേറുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.